ഇംതിയാസ് അൻവർ പുതിയ മുന്നണിയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് രണ്ട് സ്ഥാനാർത്ഥികളും പി.വി. അൻവറും എം സ്വരാജും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. UDF അസന്നിഗ്ധമായി പറയുന്നുണ്ട് ഇനി ആ വാതിൽ പി.വി. അൻവറിന്റെ മുന്നിൽ തുറക്കില്ല എന്ന്. മമതാ ബാനർജിയൊക്കെ വരുമോ എന്നുള്ളൊരു കൗതുകം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അപ്പം ഇനി 17 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ആ 17 ദിവസവും ഇങ്ങനെ സസ്പെൻസ് ത്രില്ലർ ആയിരിക്കുമോ ഇംതിയാസ്? ആര്യ, തീർച്ചയായിട്ടും 17 ദിവസമാണ് ഇനി മുൻപിലുള്ളതെങ്കിൽ നിലമ്പൂർ തികച്ചും ഒരു ആവേശ പോരാട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് LDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള എം സ്വരാജാണ് ഇന്ന് രാവിലെ ആദ്യം എത്തി ഇവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. അതിനുശേഷം അദ്ദേഹം CM ഇന്നലെ കൺവെൻഷനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ എനിക്ക് അഭിമാനം തോന്നുന്നു എന്ന രീതിയിലൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പിന്നാലെ പി.വി. അൻവറും എത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പി.വി. അൻവറിന്റെ കൂടെ ഉണ്ടായിരുന്നത് ഇവിടുത്തെ ഒരു കർഷകനും അതുപോലെ തന്നെ ഓട്ടോ തൊഴിലാളിയും ആയിരുന്നു. അൻവറിന്റെ കൂടെ ഒരു മത്സ്യ തൊഴിലാളിയും ലോട്ടറി വിൽപ്പനക്കാരനും ഒക്കെ ആയിട്ടുള്ള ആളുകളെ കൂട്ടിയിട്ടാണ് അൻവർ പത്രികാ സമർപ്പണത്തിന് വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് എത്തിയത്. എന്തായാലും അതൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ UDF അൻവറിനെ എടുക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ആശയക്കുഴപ്പവും ഒക്കെയായി മുന്നോട്ട് പോകുമ്പോൾ ലീഗ് വാതിൽ അടഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അൻവർ ഒരു പുതിയ മുന്നണിയൊക്കെ രൂപീകരിച്ച് പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് കടന്നിട്ടുമുണ്ട് എന്നുള്ളതാണ്. JPPM എന്നാണ് ആ പുതിയ മുന്നണിയുടെ പേര്. അതിനകത്ത് ആം ആദ്മി പാർട്ടി ഒക്കെ ആണ് ഉള്ളത് എന്നും അൻവർ വ്യക്തമാക്കുന്നു. എന്തായാലും അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇനി അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ, അൻവർ പറഞ്ഞ ആവശ്യങ്ങൾ അതൊക്കെ അംഗീകരിക്കാതെ പോകുന്നു, സാധ്യതകൾ ഇല്ലാതെയാവുന്നു. അപ്പോൾ UDFനകത്ത് ആശയക്കുഴപ്പമുണ്ടാകുന്നു. എന്നാൽ CPM ആകട്ടെ വലിയ ആവേശത്തോടു കൂടി തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലേക്ക് കടന്നിട്ടുമുണ്ട്. ഇനി എന്താണ് നടക്കാൻ പോകുന്നത്, എന്ത് രീതിയിലുള്ള വിവാദങ്ങളൊക്കെയാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്ന കാര്യത്തിലൊക്കെ ഉറ്റുനോക്കുകയാണ്. അതോടൊപ്പം തന്നെ മമതാ ബാനർജി ഒരു പക്ഷേ ഇങ്ങോട്ടേക്ക് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ എത്തുമോ എന്ന കൗതുകവും ഒക്കെ ഉണ്ട്. ഇപ്പോൾ എന്തായാലും ഈ JPPMന്റെ അൻവറിന്റെ മുന്നണിയിലുള്ള ആം ആദ്മി പാർട്ടിക്കാർ, ആ പ്രവർത്തകർ ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ട്. അൻവറിന്റെ ഫോട്ടോയൊക്കെ ആയിട്ടാണ് അവർ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. താങ്കൾ ജില്ലാ കോർഡിനേറ്ററാണോ? ജില്ലാ പ്രസിഡന്റാണ്. ആം ആദ്മി പാർട്ടി മലപ്പുറം ജില്ലാ പ്രസിഡന്റ്. ആം ആദ്മി ഇപ്പോൾ അൻവറിന്റെ ഒപ്പം കൂടി മുന്നോട്ട് പോകാനുള്ള ഒരു കാരണം എന്താണ്? ആ സാധ്യത എങ്ങനെയാണ് കണ്ടെത്തിയത്? ആം ആദ്മി പാർട്ടി തൃണമൂൽ കോൺഗ്രസുമായിട്ടാണ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളതെന്നുള്ളത്. സംസ്ഥാന കമ്മിറ്റിയുടെ പൂർണ്ണമായ അനുമതിയും ദേശീയ നേതൃത്വത്തിന്റെ ഒരു അല്പസമയത്തിനകം അല്ലെങ്കിൽ ഇന്നോ നാളെയോ ആയിക്കൊണ്ടുള്ള അതിന് അംഗീകാരവും കിട്ടുമെന്നുള്ള പ്രതീക്ഷയും കൂടി നമുക്കുണ്ട്. ഏകദേശം അതിന്റെ ധാരണയിലേക്ക് എത്തി എന്നുള്ളതാണ് നമുക്ക് ഉള്ളത് എന്നുള്ളതാണ്. ഈ അൻവറിന്റെ നിലപാടുകളോടൊക്കെ യോജിച്ച് തന്നെയാണോ പോകുന്നത്? കാരണം അൻവർ ഒരു പക്ഷേ UDFലേക്ക് വരെ പോകുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അൻവറിന്റെ നിലപാട് എന്ന് പറയുന്നത് അൻവർ ഉന്നയിച്ച കാര്യങ്ങളാണ്. അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഇവിടുത്തെ മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഇവിടുത്തെ വന്യമൃഗ വിഷയങ്ങൾ, അതുപോലെ തന്നെ ഇവിടെ പോലീസ് സംവിധാനങ്ങൾ, ആഭ്യന്തര വകുപ്പിൽ RSSന്റെ കയ്യേറ്റം, ഇങ്ങനെയൊക്കെ എടുത്തു നോക്കുമ്പോൾ അതിന് പ്രതിപക്ഷത്തിരുന്ന കോൺഗ്രസ്, ആ കോൺഗ്രസ് പാർട്ടി അതിനോടനുബന്ധിച്ചുകൊണ്ടുള്ള പ്രതിപക്ഷം എന്ന നിലയിൽ ഒരു കർത്തവ്യം നിർവഹിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടി മുന്നോട്ട് പോകുന്നത്. കാരണം ഈ രണ്ട് കൂട്ടരും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളായിട്ടാണ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കാണുന്നത് എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടി. എന്തായാലും വലിയ പ്രതീക്ഷയോട് കൂടിയാണ് അവരുടെ പ്രതികരണമൊക്കെ വരുന്നത്.